തമിഴ്നാട്ടിലെ ദിണ്ടിഗൽ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമാണ് പളനി മുരുകൻ ക്ഷേത്രം. മുരുകന്റെ 6 പടവീടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണിത്. ശിവനും പാർവതിയും ജ്ഞാനപ്പഴം ആർക്ക് നൽകണം എന്ന് തീരുമാനിക്കാൻ ലോകം 3 വട്ടം ചുറ്റിവരുന്നവർക്ക് പഴം നൽകുമെന്ന് പ്രഖ്യാപിച്ചു. മുരുകൻ തന്റെ വാഹനമായ മയിലിലേറി ലോകം ചുറ്റാനിറങ്ങിയപ്പോൾ ഗണപതി മാതാപിതാക്കളെ ലോകമായി കണ്ട് അവർക്ക് ചുറ്റും പ്രദക്ഷിണം വെച്ച് പഴം സ്വന്തമാക്കി. ഇതിൽ പരിഭവിച്ച മുരുകൻ കൈലാസം വിട്ട് പളനിമലയിൽ വന്ന് തപസ്സനുഷ്ഠിച്ചു എന്നാണ് വിശ്വാസം. പഴം നീ എന്ന് ശിവൻ മുരുകനെ ആശ്വസിപ്പിച്ചതിൽ നിന്നാണ് പഴനി എന്ന പേര് വന്നതെന്ന് പറയപ്പെടുന്നു. പഴനിയിലെ പ്രധാന പ്രതിഷ്ഠയായ ദണ്ഡായുധപാണിയുടെ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് നവപാഷാണം എന്നറിയപ്പെടുന്ന 9 മാരക വിഷങ്ങൾ ചേർത്താണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭോഗർ എന്ന സിദ്ധനാണ് ഈ വിഗ്രഹം നിർമ്മിച്ചത്. വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്ന പാൽ, പഞ്ചാമൃതം എന്നിവയ്ക്ക് ഔഷധഗുണമുണ്ടെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. സാധാരണ ദിവസങ്ങളിൽ രാവിലെ 6 മുതൽ രാത്രി 8 മണിവരെ ക്ഷേത്രം തുറന്നിരിക്കും. വിശേഷ ദിവസങ്ങളിൽ പുലർച്ചെ 4 മണിക്ക് തന്നെ നട തുറക്കാറുണ്ട്. ദിവസവും 6 കാല പൂജകളാണ് ഇവിടെ നടക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1500 അടി ഉയരത്തിലുള്ള കുന്നിൻ മുകളിലാണ് പ്രധാന ക്ഷേത്രം. കേരളത്തിൽ നിന്നും വലിയ തോതിൽ ഭക്തർ എത്തുന്ന ഈ ക്ഷേത്രം പടിഞ്ഞാറ് ദിശയിലേക്ക് ദർശനം നൽകുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. ലോകപ്രസിദ്ധമായ പഴനി പഞ്ചാമൃതം 5 പ്രധാന ചേരുവകൾ കൊണ്ടാണ് നിർമ്മിക്കുന്നത്. നേന്ത്രപ്പഴം, ശർക്കര, പശുവിൻ നെയ്യ്, തേൻ, ഏലക്ക. കൂടാതെ ഇതിൽ കൽക്കണ്ടവും മുന്തിരിയും ചേർക്കാറുണ്ട്. ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ നിർമ്മിക്കുന്നതിനാലും നവപാഷാണ വിഗ്രഹത്തിൽ സ്പർശിക്കുന്നതിനാലും ഇതിന് ഔഷധഗുണമുണ്ടെന്നും ഏറെക്കാലം കേടുകൂടാതെയിരിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ഇതിന് ഭൗമസൂചിക പദവി. പഴനിമലയുടെ ചരിത്രത്തിൽ ഭോഗർ എന്ന സിദ്ധന് വലിയ സ്ഥാനമുണ്ട്. ഇദ്ദേഹമാണ് നവപാഷാണങ്ങൾ ഉപയോഗിച്ച് വിഗ്രഹം നിർമ്മിച്ചത്. ക്ഷേത്രത്തിനുള്ളിൽ തന്നെ ഭോഗരുടെ സമാധിസ്ഥാനവും ഒരു ചെറിയ ഗുഹയുമുണ്ട്. ഈ ഗുഹയിലൂടെ അദ്ദേഹം പണ്ട് താഴെയുള്ള കുന്നുകളിലേക്ക് സഞ്ചരിച്ചിരുന്നുവെന്ന് പറയപ്പെടുന്നു. തൈപ്പൂയം ജനുവരി-ഫെബ്രുവരി മാസങ്ങളിൽ നടക്കുന്ന ഏറ്റവും വലിയ ഉത്സവം. ലക്ഷക്കണക്കിന് ഭക്തർ കാവടിയേന്തി കാൽനടയായി ക്ഷേത്രത്തിലെത്തുന്നു. മാർച്ച്-ഏപ്രിൽ മാസങ്ങളിൽ 10 ദിവസം നീണ്ടുനിൽക്കുന്ന വലിയ ഉത്സവം. മുരുകനെ ഓരോ പൂജയ്ക്കും ഓരോ വേഷത്തിലാണ് അലങ്കരിക്കുന്നത്. ഇതിൽ സന്യാസി വേഷവും രാജാങ്കാരവുമാണ് ഏറ്റവും പ്രസിദ്ധം. എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്ക് ക്ഷേത്രമുറ്റത്ത് സുവർണരഥപ്രദക്ഷിണം നടക്കാറുണ്ട്. ഭക്തർക്ക് പ്രത്യേക ഫീസ് അടച്ച് ഇതിൽ പങ്കാളികളാകാം. ക്ഷേത്ര ട്രസ്റ്റിന്റെ കീഴിൽ കുന്നിന് താഴെയായി മിതമായ നിരക്കിൽ ധാരാളം താമസ സൗകര്യങ്ങൾ ലഭ്യമാണ്. പഴനി റെയിൽവേ സ്റ്റേഷൻ ക്ഷേത്രത്തിൽ നിന്ന് 2 കിലോമീറ്റർ മാത്രം അകലെയാണ്. പാലക്കാട് പൊള്ളാച്ചി വഴി ധാരാളം ട്രെയിനുകൾ ലഭ്യമാണ്. കേരളത്തിലെ പ്രധാന നഗരങ്ങളിൽ പാലക്കാട്, തൃശൂർ, കോഴിക്കോട്, എറണാകുളം എന്നിവിടങ്ങളിൽ നിന്ന് പഴനിയിലേക്ക് നേരിട്ട് KSRTC അല്ലെങ്കിൽ തമിഴ്നാട് ബസ് സർവീസുകൾ ഉണ്ട്.